Good morning, all. Good morning, ma'am. Fine. എല്ലാവരും വെയിറ്റ് ആയിട്ടാണ് തോന്നുന്നില്ല കയറണം. എന്തായാലും വെയിറ്റ് ചെയ്യാം 2 മിനിറ്റ് കൂടി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ വരെ എടുത്തു നിർത്തിയത് നോക്കിയായിരുന്നോ? നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഫീൽ ചെയ്തിരുന്നോ? പ്രത്യേകിച്ചൊന്നുമില്ല അല്ലെ. നോക്കാം എന്താണ് നമ്മൾ കണ്ടായിരുന്നോ? പ്രത്യേകിച്ചില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കണ്ടത് എന്താണ് റോൾ അല്ലെ, ട്രേഡ് യൂണിയന്റെ റോൾ, ട്രേഡ് യൂണിയന്റെ പങ്ക് എന്താണെന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻസ് അല്ലെ. അത് തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ട്രേഡ് യൂണിയനുകൾ ഓരോ ഇതിലുള്ള ഓർഗനൈസേഷനിലും ഉണ്ട്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട എന്തായിട്ട് നമുക്കറിയാം, ചില ഓർഗനൈസേഷനിലെ പലതരത്തിലുള്ള പാർട്ടികളും കൂടി അല്ലെ, പല യൂണിയനുകളും കൂടിയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ടാവും. അത് ഓരോന്നും വ്യത്യസ്തമാണ് അല്ലെ. ചില ഓർഗനൈസേഷനിൽ നമുക്കറിയാം അതിന്റെ ഒന്നും ആവശ്യമില്ല, ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഒരു യൂണിയന്റെ ആധിപത്യത്തിൽ തന്നെയായിരിക്കും അത് മൂവ് ചെയ്തു പോകുന്നത്. അങ്ങനെ പലതരത്തിലും പല ഇൻഡസ്ട്രിയിലും പല രീതിയിൽ തന്നെയായിരിക്കും അത് ഫോളോ ചെയ്തു പോകുന്നത്. നമുക്ക് ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയനിൽ അവിടെ കൃത്യമായിട്ട് എടുത്ത് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് അല്ലെ, ഓരോ ഉദ്ദേശത്തിന്റെ ബേസിലും ട്രേഡ് യൂണിയനുകളുണ്ട്. അതോടൊപ്പം തന്നെ ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ, അതായത് അവിടെയുള്ള മെമ്പേഴ്സിന്റെ അല്ലെ, അവിടെ എത്രത്തോളം അംഗങ്ങൾ അല്ലെ, അവരുടെ ആ ഒരു ഇതനുസരിച്ചിട്ട് ചിലപ്പോൾ ആണെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള പേഴ്സൺസിന്റെ മാത്രം നേതൃത്വത്തിലുള്ള അല്ലെ, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക മെമ്പർഷിപ്പിന്റെ ബേസിലുള്ള കുറെ സ്ട്രക്ചറിന്റെ ബേസിൽ ഘടനയുടെ അടിസ്ഥാനത്തിലുള്ള ട്രേഡ് യൂണിയനുകളും ഉണ്ട്. ഈ ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് ആണെങ്കിൽ അവിടെയും നമുക്കൊരു ക്ലാസിഫിക്കേഷൻ കാണാം. എന്താണ് റിഫോമിസ്റ്റ് യൂണിയനും റെവല്യൂഷണറി യൂണിയനും. ഓക്കെ, അപ്പോ റിഫോമിസ്റ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ പരിഷ്കരണമായിട്ടുള്ള രീതിയിലുള്ള യൂണിയനുകളാണ്. റവല്യൂഷണറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വിപ്ലവകരമായ ഒരു രീതി അല്ലെ, അത് ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള യൂണിയനുകളും ഉണ്ട്. ഈ റിഫോമിസ്റ്റ് യൂണിയൻ, ഈ പരിഷ്കരണ യൂണിയനുകൾ എന്ന് പറയുമ്പോൾ അതില് പ്രധാനമായിട്ട് നമുക്കറിയാം പർപ്പസിന്റെ ബേസിലാണ് ഈ യൂണിയനുകൾ വരുന്നത്. ഇപ്പോ റിഫോമിസ്റ്റ് യൂണിയനില് പ്രധാനമായിട്ടും ഡിസസ് യൂണിയനുണ്ട്, അപ്ലിഫ്റ്റ് ഫ്രണ്ട്ലി യൂണിയനുകളുണ്ട്. ഓക്കെ, നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് പഠിച്ചു പോകണ്ട എന്നുള്ള ഇതിൽ തന്നെയാണ് അല്ലെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. എന്താണ് അതില് നമ്മൾ കണ്ടു, എന്താണ് റിഫോമിസ്റ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ അതിൽ ബിസിനസ് യൂണിയനുകളുണ്ട്,
അപ്ലിഫ്റ്റ് ഫ്രണ്ട്ലി യൂണിയനിലാണ്. അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാം ബിസിനസ് യൂണിയൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ട് അല്ലെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട, അതായത് ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും ബിസിനസ് ബേസ്ഡ് തന്നെയാണ് ഫോളോ ചെയ്തു പോകുന്നത്. ഓരോന്ന് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് എന്താണ് ആ ഉദ്ദേശം എന്നുള്ളതനുസരിച്ചിട്ട് തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് പഠിക്കാം. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു, ട്രേഡ് യൂണിയൻ ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്. ഓക്കെ, എല്ലാം കൂടെ ഒന്നിച്ച് പറയുന്നതിനേക്കാളും ബെറ്റർ കുറച്ച് കുറച്ച് പറഞ്ഞു പോണതല്ലേ അല്ലേ? അല്ലെ, ഇത് തന്നെ വിവരിക്കുന്നതാണ് ഈ ട്രേഡ് യൂണിയൻ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് തന്നെ പോവാം. എന്താണ് ഫസ്റ്റ്ലി നമുക്ക് മനസ്സിലായി ഓൺ ദ ബേസിസ് ഓഫ് എ പർപ്പസ്. ഓൺ ദ ബേസിസ് ഓഫ് എ പർപ്പസ് ആണെങ്കിൽ നോക്കാം, അക്കോർഡിംഗ് ടു വേരിയസ് പർപ്പസസ് ദാറ്റ് ഈസ് സെർവ് ട്രേഡ് യൂണിയൻസ് ക്യാൻ ബി ഓഫ് ദ ഫോളോയിങ് ടൈപ്സ്. അല്ലെ, അവിടെ ഓൺ ദ ബേസിസ് എന്ന് പറയുമ്പോൾ ആ ഒരു അല്ലെ എന്താണോ ഉദ്ദേശം, ഇതൊരു സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനത്തിന് യൂണിയനിൽ പലതരത്തിലുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നത്. അപ്പൊ ആ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഫസ്റ്റ് വൺ റിഫോമിസ്റ്റ് യൂണിയൻസ്, അതായത് പരിഷ്കരണ യൂണിയനുകളാണ്. അതായത് നോക്കാം, ദ മെയിൻ എയിം ഓഫ് റിഫോമിസ്റ്റ് യൂണിയൻ ഇസ് ടു preserve the capitalist economy and to maintain such type of employee relations that can lead to competitive production. അതായത് പ്രധാനമായിട്ടും ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, മുതലാളിത്ത വ്യവസ്ഥ അല്ലെ അതിനെ എന്താണ് തടഞ്ഞു നിർത്തുക. നമുക്കറിയാം ഏതോ ഒരു എംപ്ലോയിയും ആഗ്രഹിക്കുന്നത് അല്ലെ അവർക്കും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് പോകണം അല്ലെ, അവരുടെയും കൂടി പങ്കാളിത്തം ഉറപ്പാക്കി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഏതൊരു ട്രേഡ് യൂണിയൻ അല്ലെ, ഏതോ ഒരു എംപ്ലോയി. അപ്പൊ അങ്ങനെ വരുമ്പോൾ മുതലാളിത്ത ആ ഒരു സമ്പ്രദായം നിർത്തലാക്കിയാലാണ് അവർക്കും കൂടി പങ്കാളിയായിട്ട് തന്നെ അല്ലെ ആ സ്ഥാപനത്തിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിനെ തടഞ്ഞു നിർത്തി അതോടൊപ്പം തന്നെ കോമ്പറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ അല്ലെ, നമുക്കറിയാം മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു ലോകമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു എന്തെങ്കിലും ചലഞ്ചസ് വെല്ലുവിളികൾ വന്നാലും അതിനെ നേരിട്ടുകൊണ്ട് തന്നെ ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം സാധ്യമാക്കുകയും ചെയ്യണം അല്ലെ. അപ്പൊ മുതലാളിത്ത വ്യവസ്ഥയെ നിർത്തലാക്കി അതോടൊപ്പം തന്നെ കോമ്പറ്റീവ് ആയിട്ടുള്ള ഈ എക്കോണമിയിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് തന്നെ നല്ലൊരു ബന്ധം എംപ്ലോയികളും തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോ? ഈ യൂണിയന്റെ പ്രത്യേകത എന്താന്നുള്ളത്? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നു, ദീസ് യൂണിയൻസ് ഓൾസോ പ്രിഫർ ടു ക്യാരി ഓൺ ദ പ്രിവാലന്റ് പൊളിറ്റിക്കൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഫ്രെയിംവർക്ക്. ഓക്കെ, ഇത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മറ്റു കാര്യങ്ങളുണ്ട്. അതായത് രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക നിലപാടുകൾക്കെല്ലാം അല്ലെ ആ ചട്ടക്കൂടിനെല്ലാം തന്നെ പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ റിഫോമിസ്റ്റ് യൂണിയൻ, പരിഷ്കരണ യൂണിയൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും മുതലാളിത്ത വ്യവസ്ഥയെ അടിച്ചമർത്തിയിട്ട് എന്താണ് പാർട്ണർഷിപ്പ് അല്ലെ, അവിടെ എംപ്ലോയീസും എംപ്ലോയറും തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെ വരുന്ന വെല്ലുവിളികളെയൊക്കെ അതിനെയൊക്കെ ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു യൂണിയനാണ്. പ്രാധാന്യത്തോട് കൂടിയിട്ട് പൊളിറ്റിക്കൽ അല്ലെ രാഷ്ട്രീയമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള എല്ലാ ചട്ടക്കൂടിനെയും അത് ശ്രദ്ധിക്കുന്നത് അല്ലെ, അതിനൊരു പ്രിഫറൻസ്, അതിനും പരിഗണന കൊടുത്തിട്ട് തന്നെയാണ് അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് വീണ്ടും ഒരു ഡിവിയേഷൻ വരുന്നുണ്ട്. ദീസ് യൂണിയൻസ് ഹാവ് ഫർദർ ബീൻ ഡിവൈഡഡ് ഇൻടു 2 സബ് ഗ്രൂപ്പ്സ്. അതിൽ വരുന്ന 2 ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഒന്ന് ബിസിനസ് യൂണിയൻസും ദെൻ ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻസ്. ഓക്കെ, അപ്പൊ റിഫോമിസ്റ്റ് യൂണിയൻസിനെ വീണ്ടും broadly classified into 2 sections. ഒന്നാമതായിട്ട് എന്താ പറയുന്നത് ബിസിനസ് യൂണിയനുകൾ, then second one ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻ. ഓക്കെ, അത് രണ്ടും മനസ്സിലാക്കി പോവുക. നോക്കുക, അതിലെ ബിസിനസ് യൂണിയൻ എന്താ പറയുന്നത്, സച്ച് യൂണിയൻസ് ആർ സെറ്റപ്പ് ഇൻ സച്ച് ആൻ അറ്റ്മോസ്ഫിയർ വേർ ദ എംപ്ലോയി ഓർ എംപ്ലോയർ റിലേഷൻസ് ആർ ഹാർമണിയസ് അല്ലെ, അവിടെ ഐക്യത്തോട് കൂടിയിട്ട് പോണം. ആരൊക്കെ തമ്മിൽ, തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ ഐക്യത്തോടു കൂടി പോകാനായിട്ടായിരിക്കും ഇവരുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും സെറ്റപ്പും പ്രാധാന്യം കൊടുക്കുന്നത്. These unions engage in collective bargaining with the employer in order to safeguard the interest of the employees. Okay, നമുക്കറിയാം അവിടെ യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെ അല്ലെ, അവരുടെ നേതൃത്വത്തിൽ തന്നെ എന്താണ് എംപ്ലോയറിൽ നിന്ന് എന്തെങ്കിലും ബാർഗെയിൻ ചെയ്ത് എടുക്കുമ്പോൾ അല്ലെ, വിലപേശി എടുക്കുമ്പോൾ പ്രധാനമായിട്ടും എംപ്ലോയീസിലെ അല്ലെ അവരുടെ ഉള്ള തൊഴിലാളികളുടെ
ഇൻട്രസ്റ്റ് താല്പര്യം അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ അതിനെ ഉറപ്പാക്കി ആ സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ട് തന്നെയായിരിക്കും എംപ്ലോയറിൽ നിന്നും എന്തെങ്കിലും വിലപേശി നേടാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ആഗ്രഹം കാണിക്കുന്നത് പ്രധാനമായിട്ടും എന്താണ് എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റ് അതിന് സുരക്ഷിതത്വം നൽകിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടായിരിക്കും ആഗ്രഹിക്കുന്നത്. The emphasis in laid on craft rather than a class. അതായത് നമുക്കറിയാം അല്ലെ എപ്പോഴും വിലപേശുമ്പോൾ അല്ലെ അവിടെ തീർച്ചയായിട്ടും എന്താണ് സാമൂഹിക കാര്യങ്ങളിലൂടെയൊക്കെ അല്ലെ നമുക്കറിയാം നല്ലൊരു ഐക്യം ഉണ്ടെങ്കിൽ അവിടെ എപ്പോഴും കൾച്ചറൽ കാര്യങ്ങളൊക്കെ പ്രാധാന്യത്തോടു കൂടി പോകും അല്ലെ നമുക്ക് നല്ല ഒരു ഫ്രീഡത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു അവസ്ഥ സ്ഥിതിവേദി ചെയ്യും അല്ലെ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എംഫസിസ് അല്ലെ പ്രാധാന്യം അല്ലെ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് ലേഡ് ഓൺ എ ക്രാഫ്റ്റ് ക്ലാസ് അല്ലെ അവിടെ ഇങ്ങനെ എന്താണ് അച്ചടക്കത്തോട് കൂടിയിട്ടുള്ള നിലപാട് വേണം എങ്കിൽ കൂടി എന്താണ് ഒരു ഫ്രീ ആയിട്ട് അല്ലെ ക്രാഫ്റ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരോടും സാമൂഹികമായിട്ട് തന്നെ ഇടപഴകി കാര്യങ്ങൾ നേടിയെടുക്കാനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. This union give greater preference to those negotiations and settlements which are voluntary instead of those which are reluctant in nature. എന്താണ് അവിടെ എടുത്ത് പറയുന്നത് അതായത് എപ്പോഴും സ്വമേധയ അല്ലെ അവിടെ ചർച്ചകളെല്ലാം വരും അല്ലെ എപ്പോഴും നമുക്കറിയാം യൂണിയനെതിരാണ് പ്രാധാന്യം കൊടുത്തത് യൂണിയൻ ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ അപ്പൊ വൈവിധ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്നത് പൊതുവെ എന്താണ് ചർച്ചകളിലൂടെ ആയിരിക്കും അല്ലെ ഇവരേതായിട്ടുള്ള ഇൻട്രസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് അവിടെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്താണ് ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്നുകൊണ്ട് അല്ലെ അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസിനും സ്വമേധയാ നേടിയെടുക്കുകയല്ല ചെയ്യുന്നത് അവരെല്ലാം കൂടി ചർച്ചയിലൂടെ തന്നെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് തന്നെയായിരിക്കും ഇവര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുന്നത്. ഓക്കെ ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻസ്. എന്താണ് ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻസ് എന്ന് പറയുന്നത്? ഇതും ഏതാണ്ടൊക്കെ കേൾക്കുമ്പോ തന്നെ അറിയാം അല്ലെ ഒരു ഫ്രണ്ട്ലി നേച്ചർ തന്നെയാണ് ഇവിടെ വരുന്നത്. ദീസ് യൂണിയൻസ് വർക്ക് വിത്ത് ദ ഇന്റന്റ് ടു അപ്ലിഫ്റ്റ് ദ എംപ്ലോയീസ് മോറലി സോഷ്യലി ആൻഡ് ഇന്റലക്ച്വലി. ഓക്കെ അവിടെ നമുക്കറിയാം അവിടെ പ്രധാനമായിട്ടും അല്ലെ അവര് കുറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതായത് സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ എന്താണ് ഭൗതികമായ അല്ലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. Such unions focus on welfare concern of employees like health, insurance, education and other benefits. ഓക്കെ ഇവിടെ എന്താണ് ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയനിൽ കുറെ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് അല്ലെ. വെൽഫെയർ എന്ന് വെച്ച് പറയുമ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങൾ അത് ഈ എംപ്ലോയീസിന്റെ ഇതിനനുസരിച്ചിട്ട് അല്ലെ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ അതായത് അവരുടെ ആരോഗ്യം അല്ലെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ മറ്റ് ആനുകൂല്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരൊന്നിച്ചു നിന്ന് പ്രവർത്തിക്കാനായിട്ട് അതിന് കുറെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു അല്ലെ. അവരുടെ യൂണിയന്റെ നേതൃത്വത്തിൽ അവരുടെ എംപ്ലോയീസിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. These unions are much more concerned about the interest of employees instead of being craft conscious. ഓക്കെ നമുക്കറിയാം അവിടെ എന്താണ് നമുക്ക് നേരത്തെ കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞു കുറെ സാമൂഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അപ്പൊ നമുക്കറിയാം അവിടെ എന്താണ് അവിടെ ഓൾറെഡി എംപ്ലോയറുടെ ആ സ്ഥാപനത്തിനും കൂടി പേര് അല്ലെ പബ്ലിസിറ്റി വരുന്നുണ്ട്. അതേസമയം ഇവിടെ എന്താണ് കുറച്ച് പബ്ലിസിറ്റിയേക്കാൾ കൂടുതൽ എംപ്ലോയീസിന്റെ കുറെ കാര്യങ്ങൾ നേടിയെടുക്കാനാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലെ. അവർക്ക് കുറച്ച് ഹെൽത്ത് അവരുടെ ആരോഗ്യ പരിരക്ഷ കിട്ടാനായിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അവരുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ കാര്യങ്ങളിൽ എന്തെങ്കിലും ബെനിഫിറ്റ് നേടിയെടുക്കാൻ അങ്ങനെ എംപ്ലോയീസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഏത് യൂണിയൻ? ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻസ്. These unions inspire the workers for cooperative enterprises and profit sharing along with the collective bargaining and mutual insurance. ഓക്കെ നമുക്കറിയാം അതായത് പരസ്പര ഇൻഷുറൻസ് കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് അല്ലെ പ്രോഫിറ്റ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം അല്ലെ ഒരു കോപ്പറേറ്റീവ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ പരസ്പര സഹകരണത്തോട് കൂടിയിട്ട് തന്നെ പ്രവർത്തിച്ച് അവർക്ക് ഒരു ലാഭവിഹിതം കിട്ടാനായിട്ടും അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഷുറൻസ് പോളിസികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അത് വിലപേശി നേടിയെടുക്കാനൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു യൂണിയനാണ് ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻസ്.
ഓക്കെ, അപ്പൊ അവിടെ എന്താണ് കോർപ്പറേറ്റ് എന്റർപ്രൈസസുകൾ വരുന്നുണ്ട് അല്ലെ. അവിടെ ഒരു എന്താണ് സഹവർത്തിത്വത്തോട് കൂടിയിട്ട് നേടണം എന്നുള്ളത്. പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തൊഴിലുടമ തൊഴിലാളിക്ക് അവരുടെ ലാഭവിഹിതത്തിന്റെ ഒരു പോർഷൻ അത് അവർക്ക് വേണ്ടി കൂടി നീക്കി വെക്കാനായിട്ട് താല്പര്യപ്പെടുന്നതാണ് അല്ലെ. അപ്പൊ അവിടെ ഒരു നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് മാത്രമാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്നു. അപ്പൊ യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള യൂണിയനെ പറയുന്നതാണ് ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻസ്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ആണോ? കണ്ടിന്യൂ ചെയ്ത് പോവാലോ? Then next എന്താണ് റെവല്യൂഷണറി യൂണിയൻസ്. റെവല്യൂഷണറി യൂണിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു അല്ലെ, വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിലുള്ള യൂണിയനുകളാണ്. റെവല്യൂഷണറി യൂണിയൻസ് ആർ ബേസ്ഡ് ഓൺ ദ വൈഡ്ലി പ്രിഫേർഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ അല്ലെ. അവിടെ ജനങ്ങളുടെ തത്വങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ യൂണിയനുകളൊക്കെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ദീസ് their prime motive is to replace the prevailing system with the new and entirely different institutions. അതായത് നമുക്കറിയാം അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് പ്രിൻസിപ്പിൾസിനാണ് അല്ലെ. അവിടെ നിലവിലുള്ള വ്യവസ്ഥകളൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ റോങ് ആയിട്ടുള്ള വ്യവസ്ഥകളൊക്കെ ആയിരിക്കാം. അതുകൊണ്ടാണ് അടിസ്ഥാന മൂല്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ യൂണിയനുകൾ പ്രവർത്തിക്കാനായിട്ട് മുൻകൈ എടുത്ത് വരുന്നത് അല്ലെ. അപ്പോ നിലവിലുള്ള വ്യവസ്ഥകൾ അത് പുതിയതും പൂർണ്ണമായിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള അല്ലെ സ്ഥാപനത്തിന്റെ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെ എൻറ്റയർലി ഡിഫറെന്റ് ആക്കി മാറ്റുകയാണ്. അതായത് നിലവിലുള്ള വ്യവസ്ഥയെ പൂർണ്ണമായിട്ടും ചിലപ്പോൾ മാറ്റാനായിട്ടായിരിക്കും ഇവർ പ്രവർത്തിക്കുന്നത്. കാരണം എന്താ, അടിസ്ഥാന പ്രിൻസിപ്പിൾസ് ആയിരിക്കില്ല ചിലപ്പോൾ അവര് ഫോളോ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് പറയുന്നത് based on these their prime motive is to replace the prevailing system അല്ലെ. അത് റീപ്ലേസ് ചെയ്യുക അല്ലെ, പുനഃസ്ഥാപിക്കുക with new and entirely different institutions അല്ലെ. അവിടെ നിലവിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം പുനഃസ്ഥാപിക്കുക എന്നുള്ള ഉദ്ദേശമായിരിക്കും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ചിലപ്പോൾ അവർ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. The purpose of such union is to establish socialistic and communistic systems by abolishing private property and the system of a capitalist. അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ എന്താണ് ഒരു സ്വകാര്യ വ്യക്തിയിൽ അല്ലെ ആ സ്വകാര്യ പ്രോപ്പർട്ടി അങ്ങനെയുള്ള രീതിയിൽ തന്നെ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക അല്ലെ. ആ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ റിമൂവ് ചെയ്ത് എന്താണ് ഒരു സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ സിസ്റ്റത്തിലൂടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിരിക്കും അവര് ശ്രമിക്കുന്നത്. such unions are divided into the following 4 groups. ഇങ്ങനെയുള്ള ഈ യൂണിയൻസിനെ 4 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കണ്ടിരുന്ന ഒരു സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഇച്ചിരി കൂടി ഡിഫറെന്റ് ആണ് എന്താ റവല്യൂഷണറി യൂണിയൻ അല്ലേ, വ്യത്യസ്തമല്ലേ? അല്ലെ, അങ്ങനെയല്ലേ? വ്യത്യസ്തമായിട്ട് ചില ഓർഗനൈസേഷനിലാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാത്ത യൂണിയൻ ആയിരിക്കും. ചില ഓർഗനൈസേഷനിൽ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അത് ചില യൂണിയന്റെ പ്രത്യേകതകളാണ് അല്ലെ. ചില ശരിയായിരിക്കാം, ചില അടിസ്ഥാന മൂല്യങ്ങൾ അവിടെ ഫോളോ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ അവർ മുൻകൈ എടുക്കുന്നത്. നോക്കാം, അതുമായി ബന്ധപ്പെട്ട 4 രീതിയിൽ ഡിവിഷൻ വരുന്നുണ്ട്. പൊളിറ്റിക്കൽ യൂണിയൻസ്, ദെൻ ആൻഹറിസ്റ്റ് അല്ലെ അനാർക്കിസ്റ്റ് യൂണിയൻ, ദെൻ പ്രീഡേറ്ററി യൂണിയൻസ്, ഹോൾഡ് അപ്പ് യൂണിയൻസ്, ദെൻ ഗറില്ല യൂണിയൻസ്, ഡിപെൻഡന്റ് യൂണിയൻസ് അല്ലെ. അങ്ങനെ 4 ഇതിൽ തിരിച്ചിട്ടുണ്ട്. സോറി,
അതിലെ 4 പ്രീഡേറ്ററി യൂണിയൻസിലാണ് ശേഷമാണ് ഡിപെൻഡന്റ് യൂണിയൻസ് വരുന്നത് അല്ലെ. ഓക്കെ, അതിന്റെ ആ ഡെവിയേഷൻസ് ഒക്കെ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോകണം കേട്ടോ. മിക്കപ്പോഴും മോക്ക് ടെസ്റ്റ് ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ആദ്യം തുടക്കം മുതലുള്ള ഡീവിയേഷൻസ് മനസ്സിലാക്കി പോകണം. അതായത് ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസിൽ ഏതൊക്കെ കാറ്റഗറൈസ് വരുന്നുണ്ട് അല്ലെ. റിഫോമിസ്റ്റ് യൂണിയനും റവല്യൂഷണറി യൂണിയൻ, വീണ്ടും റിഫോമിസ്റ്റ് യൂണിയനിൽ റെസിസ്റ്റ് യൂണിയനും അപ്ലിഫ്റ്റ് ഫ്രണ്ട്ലി യൂണിയൻ അല്ലെ. ഈ പേരുകളെല്ലാം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോവുക. റവല്യൂഷണറി യൂണിയനിലെ ഡെവിയേഷൻ ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതില് റവല്യൂഷണറി യൂണിയനിൽ നമ്മൾ കണ്ടു എന്താണ് ഫസ്റ്റ് പൊളിറ്റിക്കൽ യൂണിയൻസ്, ദെൻ അനാർക്കിസ്റ്റ് യൂണിയൻ, ദെൻ പ്രീഡേറ്ററി യൂണിയൻസ് ആൻഡ് ഡിപെൻഡന്റ് യൂണിയൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം പൊളിറ്റിക്കൽ യൂണിയൻസ്. ആ പേരിൽ തന്നെയല്ല അല്ലെ, ഒരു രാഷ്ട്രീയം അല്ലെ. സച്ച് യൂണിയൻസ് derive their strength from political actions for protecting the interest of workers. അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വർക്കേഴ്സിന്റെ അല്ലെ അവരുടെ ഇൻട്രസ്റ്റുകൾ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള പ്രധാന ഉദ്ദേശ്യമാണ് പൊളിറ്റിക്കൽ യൂണിയനിൽ വരുന്നത്. Then these unions work in order to reduce the difference between the wages of different workers. ഓക്കെ, നമുക്കറിയാം ചില സ്ഥാപനങ്ങളിലെങ്കിലും ഒരു ഡൈവേഴ്സിറ്റി കാണിക്കുക അല്ലെ. അവർക്ക് അവരെ പോലെ തന്നെ ആയിരിക്കും ഒരു ജോലി ചെയ്യണമെങ്കിലും ചിലർക്ക് കൂലികളിലൊക്കെ ഒരു വേരിയേഷൻ ഉണ്ടാവോ? അങ്ങനെ വേരിയേഷൻ ഒക്കെ കാണിക്കുന്നുണ്ടാവോ? ചിലപ്പോ ഉണ്ടാവാം അല്ലെ. അങ്ങനെ ഒരു വേരിയേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അവര് അടങ്ങിയിരിക്കുമോ? ഒരേപോലെ തന്നെ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരേപോലത്തെ കൂലി ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് എന്താണ് തൊഴിലുടമയോട് ഫൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ്മെന്റിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ എന്ത് ചെയ്യും? ഇതേപോലെയുള്ള യൂണിയനെ ഡിപ്പെൻഡ് ചെയ്യും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അപ്പൊ അത്തരത്തിലുള്ള കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്. ദീസ് യൂണിയൻസ് വർക്ക് ഇൻ ഓർഡർ ടു റിഡ്യൂസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേജസ് ഓഫ് ഡിഫറെന്റ് വർക്കേഴ്സ് അല്ലെ. അവർക്ക് വ്യത്യസ്ത കൂലികളൊക്കെ കൊടുത്തുകൊണ്ട് വരികയാണെങ്കിൽ എന്താണ് അങ്ങനെ ഒരു വേരിയേഷൻ ഒക്കെ കുറച്ച് തരികയുണ്ടാവെങ്കിൽ ഈ യൂണിയനൊക്കെ അതിന്റെ ആനുകൂല്യത്തിൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നടപടികൾ സ്വീകരിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് അനാർക്കിസ്റ്റ് യൂണിയൻ. എന്താണ് അനാർക്കിസ്റ്റ് യൂണിയൻ എന്ന് പറയുന്നത്? അവിടെയുള്ള പ്രത്യേകത നോക്കാം. അനാർക്കിസ്റ്റ് യൂണിയൻസ് ആർ ദോസ് യൂണിയൻ വിച്ച് അറ്റംപ്റ്റ്സ് ടു ഡിമോളിഷ് ദ പ്രിവാലന്റ് എക്കണോമിക് സിസ്റ്റം ത്രൂ ദ റെവല്യൂഷണറി മെഷർ. അതായത് നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടു അവിടുത്തെ ഒരു സമ്പത്ത് വ്യവസ്ഥ അല്ലെ, മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ അല്ലെങ്കിൽ പ്രൈവറ്റ് ആരെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെയൊക്കെ കീഴിലുള്ള ഒരു സമ്പത്ത് വ്യവസ്ഥയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഡിമോളിഷ് ചെയ്യുക അല്ലെ, ഒഴിവാക്കി കൊടുക്കുക. അതാണ് പ്രധാനമായിട്ടും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത് അത്തരത്തിലുള്ള യൂണിയൻ അനാർക്കിസ്റ്റ് യൂണിയനുകൾ. ഓക്കെ, അനാർക്കിസ്റ്റ് യൂണിയൻസ് ആർ ദോസ് യൂണിയൻ which attempts to demolish the prevalent economic system through revolutionary measures. Okay, അപ്പൊ വിപ്ലവകരമായിട്ടുള്ള രീതിയെ തന്നെ അവരെ മെഷർ ചെയ്ത് അല്ലെ ഇത്തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റത്തിനെ, അതായത് നിലവിലുള്ള സമ്പത്ത് വ്യവസ്ഥയെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള പ്രവർത്തനമാണ് അനാർക്കിസ്റ്റ് യൂണിയൻ നടപ്പാക്കുന്നത്. നോക്കുകയാണെങ്കിൽ എന്താണ് പ്രീഡേറ്ററി യൂണിയൻസ്? പ്രീഡേറ്ററി യൂണിയൻസ് എന്ന് പറയുന്നത് നോക്കാം. such unions do not follow any fixed methodology to work upon. They do not remain confined to just one method and keep on finding new means. അതായത് ഇവർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫോളോ അപ്പ്, ഒരു ഫിക്സ് ആയിട്ടുള്ള ഒരു മെത്തഡോളജി ഒന്നുമില്ല. അതായത് ഒരു നിയമമോ അല്ലെങ്കിൽ ഒരു നിയമാവലിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഈ രീതിയായിരിക്കും ഇവരുടെ യൂണിയനുകൾ എപ്പോഴും പ്രവർത്തിക്കുന്നത്, ഈ രീതിയായിരിക്കും എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേക രീതിയൊന്നുമില്ല. They do not remain confined to just one method and keep on finding new means. Okay, ഒരെണ്ണം അല്ലെ ഒരു മെത്തേഡ് അപ്പൊ വന്ന് ഒരു പുതിയതായിട്ട് തന്നെ രൂപീകരിച്ച് അവരെന്താണ് പ്രശ്നം, ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നു. എന്നാൽ അടുത്തൊരു ഇഷ്യൂസ് വരികയാണെങ്കിൽ അതിന് വേറൊരു മെത്തേഡ് സ്വീകരിച്ചിട്ട് അതിനെ കൺഫേം ചെയ്യുന്നു അല്ലെ. ആ ഒരു രീതിയാണ് പ്രീഡേറ്ററി യൂണിയൻസിൽ പ്രധാനമായിട്ട് വരുന്നത്. They can implement any technique which they feel can result in employee welfare. അതായത് അവരുടെ എംപ്ലോയിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ എന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യ നടപ്പിലാക്കും അല്ലെ. ആ നടപ്പിലാക്കിയിട്ട് വിജയിപ്പിക്കാനായിരിക്കും അവരെ ശ്രമിക്കുന്നത്. വേരിയസ് ടൈപ്സ് ഓഫ് പ്രീഡേറ്ററി യൂണിയൻസ്, ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള പ്രീഡേറ്ററി യൂണിയൻസും ഉണ്ട്.
അതിലെ ഫസ്റ്റ് വൺ നോക്കുക, ഹോൾഡ് അപ്പ് യൂണിയൻസ്. ഓക്കെ, പ്രീഡേറ്ററി യൂണിയൻസിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, നമ്മൾ അനാലിസ്റ്റ് യൂണിയൻസിനെ കണ്ടു. അവരുടെ സമ്പത്ത് വ്യവസ്ഥയെ അല്ലെ, എക്കണോമിക് വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ വരുന്നത്. അതേമാതിരി നമ്മൾ കണ്ടു എന്താ പൊളിറ്റിക്കൽ യൂണിയൻസ് അല്ലെ. പൊളിറ്റിക്കൽ യൂണിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു അവിടെ വേജസ് ഒക്കെ അല്ലെ, ഓരോ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് അല്ലെ തടയിട അല്ലെ, അതിന് വേണ്ടിയിട്ടായിരിക്കും ആ യൂണിയനൊക്കെ പ്രത്യേകമായിട്ട് പ്രവർത്തിക്കുന്നത്. അതേസമയം പ്രീഡേറ്ററി യൂണിയന് എന്തിനു വേണ്ടിയിട്ടെന്നുള്ള ഒരു പ്രത്യേകതയില്ല. ഏത് രീതിയിലാണ് അവരുടെ യൂണിയന്റെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാമുകൾ അല്ലെ, എന്തെങ്കിലും സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ടുള്ള ഒരു ഫൈറ്റിംഗ് മെത്തേഡ് എന്നുള്ള രീതിയൊന്നും അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു മെത്തേഡുകളൊന്നുമില്ല. എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അപ്പോഴത്തെ ഇഷ്യൂസ് കൈകാര്യം ചെയ്യും അല്ലെ. വീണ്ടും വേറെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്കറിയാം ചിലപ്പോഴാണെങ്കിൽ അല്ലെ എല്ലാവരും എന്താണ് ലോക്കൗട്ട് നടത്തുകയോ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്ക് നടത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ ഇന്ന ഒരു അവേഴ്സ് എന്തെങ്കിലും അല്ലെ നമുക്ക് ഇറങ്ങിപ്പോരുകയോ അല്ലെങ്കിൽ സാലറികൾക്ക് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും അങ്ങനെ പ്രത്യേക രീതികളായിരിക്കും അവർ അവലംബിക്കുക. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു രീതി അവർ ഫോം ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഡീവിയേഷൻ വരുന്നുണ്ട് ഹോൾഡ് അപ്പ് യൂണിയൻസ് ആൻഡ് ഗൊറില്ല യൂണിയൻസ്. അപ്പൊ ഹോൾഡ് അപ്പ് യൂണിയനിൽ എന്താ പറയുന്നത്? ഇൻ ലാർജ് ഇൻഡസ്ട്രിയൽ സെന്റേഴ്സ് വിച്ച് ഓൾസോ വർക്ക് ആസ് ബിസിനസ് യൂണിയൻസ് such a union is to be found. അതായത് മിക്കവാറും ഒരുപാട് അല്ലെ ലാർജ് വലിയ ഓർഗനൈസേഷൻ വലിയ വ്യവസായ ശാലകളിലെല്ലാം തന്നെ ഇങ്ങനെയുള്ള ബിസിനസ് യൂണിയനുകളൊക്കെ അല്ലെ അവിടെ രൂപീകരിക്കുന്നുണ്ട്. ദീസ് യൂണിയൻസ് ലുക്ക് ലൈക്ക് കൺവെൻഷണൽ യൂണിയൻസ് ആൻഡ് പേ അറ്റൻഷൻ ടു എസ്റ്റാബ്ലിഷ് കോൺഗ്രസ് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്സ് ഇൻട്രസ്റ്റ്. ഓക്കെ, അവരെ പ്രധാനമായിട്ടും അവിടെ പ്രവർത്തിക്കുന്നത് അല്ലെ സമാനതയില്ലാത്ത രീതിയിൽ എന്ന് വെച്ചാൽ അവരെ ഇരുകൂട്ടർക്കും എന്താണ് വേണ്ടിയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് ദീസ് ട്രേഡ് യൂണിയൻസ് ഓപ്പറേറ്റ് ത്രൂ കളക്റ്റീവ് ബാർഗൈനിങ് ആൻഡ് ക്ലെയിം ടു റെസ്പെക്ട് ലോ ഓർഡർ ആൻഡ് ദ എംപ്ലോയി എഗ്രിമെന്റ്സ്. ഓക്കെ, ഇവര് പ്രവർത്തിച്ചു തുടങ്ങുന്നതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അല്ലെ വിലപേശൽ രീതിയിലൊക്കെ തന്നെയാണ്. അതായത് ലോയിനൊക്കെ അല്ലെ നിയമങ്ങളൊക്കെ ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ ഓർഡറുകളെയും അല്ലെങ്കിൽ നല്ല ബന്ധങ്ങളെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയൊക്കെയാണ് അതിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണ് ആ പ്രിൻസിപ്പിൾസ് അല്ലെ ആ അധിഷ്ഠിതമായ രീതിയിലൊക്കെയാണ് ഇവര് പ്രവർത്തിച്ചു തുടങ്ങുന്നത്. However, in practical terms, they do not follow any standard principle and there is no genuine concern for the right and welfare on a member of it. അതായത് നമുക്ക് അല്ലെ നമ്മളെപ്പോഴും അങ്ങനെ പറയും അല്ലെ, നമ്മൾ എന്തെങ്കിലും നെഗോഷിയേഷൻ വിളിച്ചു കൂട്ടുമ്പോഴൊക്കെ ഓക്കെ അവര് കൊടുക്കേണ്ട പ്രാധാന്യത്തോടൊക്കെ കൂടി ശരിയാണ് ഈ രീതി തന്നെ ഫോളോ ചെയ്യുന്നത് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ എന്താണ് പ്രാക്ടിക്കലി നോക്കുമ്പോൾ ചിലപ്പോ ആണെങ്കിൽ ഈ യൂണിയൻ എന്താണ് അവരവരുടെ കാര്യം നേടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിരിക്കും. ഓക്കെ, അതാണ് ആ തന്ത്രപരമായിട്ടുള്ള രീതിയിലായിരിക്കും ഇത്തരത്തിലുള്ള യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. എന്താണ് അടുത്ത സെന്റൻസ് ആയിട്ട് പറയുന്നത്? However, in practical terms, they do not follow any standard principles and there is no genuine concern. അല്ലെ, അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു നിലപാടോ പ്രിൻസിപ്പിൾസോ ഒന്നും അവര് ഫോളോ ചെയ്യണമെന്നില്ല അല്ലെ. അത് മാത്രമല്ല അവരുടെ പ്രായോഗികമായിട്ടുള്ള ഒരു രീതി അല്ലെ പ്രത്യേകമായിട്ട് തന്നെ ഒരു അംഗങ്ങൾക്കെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെ നോൺ മെമ്പേഴ്സ് ഓഫ് ഇറ്റ് അവര് അല്ലാതെ തന്നെയൊക്കെ ആയിരിക്കും മെമ്പേഴ്സിനെയൊക്കെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അവര് എല്ലാ മെമ്പേഴ്സും ചിലപ്പോ ആണെങ്കിൽ പ്രധാനമായിട്ടൊക്കെ നല്ല നിലപാടാണെന്നുള്ള രീതിയിലൊക്കെ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കണം. പക്ഷെ എങ്കിൽ കൂടിയും എന്താണ് അവരവരുടെ മെമ്പേഴ്സിൽ അതിൽ ഉള്ള ആൾക്കാർക്ക് എന്താണ് അവരെന്ത് ചെയ്യും എങ്ങനെയെങ്കിലും അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് എന്തെങ്കിലും തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി അവരവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഹോൾഡ് അപ്പ് യൂണിയൻസ് അത് മാത്രമല്ല കേട്ടോ അവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് നോ ജെന്യുയിൻ കൺസേൺ ഫോർ ദ റൈറ്റ് ആൻഡ് വെൽഫെയർ ഓഫ് നോൺ മെമ്പേഴ്സ് ഓഫ് ഇറ്റ്. ഓക്കെ, ഇവിടെ വേറൊരു കാര്യം കൂടിയുള്ള അവരവരുടെ മെമ്പേഴ്സ് ആണെങ്കിൽ അവർ എങ്ങനെയെങ്കിലും തന്ത്രപരമായ കാര്യങ്ങൾ കൂടി നേടിക്കൊടുക്കും. നോൺ മെമ്പേഴ്സ് ആണെങ്കിൽ അവരെന്താണ് അവർക്ക് വേണ്ടി യാതൊന്നും പ്രവർത്തിക്കുകയും ഇല്ല അല്ലെ. ഈ പറഞ്ഞ ലോസും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തും കൊടുക്കില്ല. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു യൂണിയന് മുന്നോട്ട് പോകുന്നത്. ഗറില്ല യൂണിയൻസ്. എന്താണ് ഗറില്ല യൂണിയൻസിൽ പറയുന്നത്?
അതിലെന്താ പ്രത്യേകം എടുത്തു പറയാൻ നോക്കാം. In such unions work on the concept of a non-corporation with the management of the company. അതായത് അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരൊരു കോർപ്പറേഷനിൽ ഒരു നല്ല നിലപാടോട് കൂടിയിട്ടല്ല, കമ്പനിയുടെ മാനേജ്മെന്റ് ആയിട്ട് നല്ല ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടല്ല ഈ യൂണിയൻ നിലകൊള്ളുന്നത്. Such unions work on the concept of a non-corporation, അല്ലെ, കോർപ്പറേഷനോട് കൂടിയിട്ടല്ല അവിടെ നിലകൊള്ളുന്നത്, മാനേജ്മെന്റും കമ്പനിയും തമ്മിലൊക്കെ. In other words, it can be said that this union work on undisclosed and fairness method of a negotiation, അല്ലെ, അവര് വെളിപ്പെടുത്താത്തതുമായ, അതായത് സാധാരണ രീതിയിൽ അവർക്ക് കൃത്യമായിട്ടൊന്നും മനസ്സിലാകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും യൂണിയനുകൾ അല്ലെ മുന്നിൽ അവതരിപ്പിക്കണം എന്നൊന്നുമില്ല. അതേമാതിരി തന്നെ അവർക്ക് അല്ലെ എന്തെങ്കിലും ക്രൂരമായ ചർച്ചാ രീതികളൊക്കെ ആയിരിക്കും അവരെ അവലംബിക്കാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെ. അതായത് മാനേജ്മെന്റിനോട് പ്രത്യേകിച്ച് കൂറൊന്നും പുലർത്താതെ തന്നെയാണ് ഇത്തരത്തിലുള്ള യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. ഏതരത്തിലുള്ള യൂണിയനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്? ഗറില്ല യൂണിയൻ, അല്ലെ. ഇത് ഇച്ചിരി പോലെ ഇതാണ് ടോപ്പിക്കാണ്, എങ്കിൽ കൂടി മനസ്സിലാക്കി പോകുക. യൂണിയനുകൾ വ്യത്യസ്ത തരത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി പോകുക. അപ്പൊ ഗറില്ല യൂണിയന്റെ പ്രത്യേകത എന്താണ്? അവര് അത്ര അല്ലെ നല്ല രീതിയിലല്ല അവർ പ്രവർത്തിക്കുന്നത്. എല്ലാ തരത്തിലുള്ള നെഗോഷിയേഷൻ അല്ലെ ചർച്ചകൾ എന്നൊക്കെ പറയുന്നത് ഫയറസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ക്രൂരമായ രീതിയിലുള്ള ചർച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ മുന്നോട്ട് കൊണ്ടുവരിക. അതായത് നല്ല രീതിയിലുള്ള സത്യമായ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയോ അല്ലെങ്കിൽ എവിഡൻസോട് കൂടിയിട്ടൊന്നും ആയിരിക്കില്ല ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. Then these unions are opposite to that of hold up unions. അതായത് ഹോൾഡ് അപ്പ് യൂണിയനിൽ നിന്നും ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്, അല്ലെ. കാരണം നമ്മൾ കണ്ടു അവിടെ പ്രിൻസിപ്പിൾസ് ഒക്കെ വെച്ച് കൃത്യമായിട്ടൊക്കെ കാര്യങ്ങൾ കാണിച്ചൊക്കെ തന്നെയാണ് ആ യൂണിയൻ മുന്നോട്ട് പോകുന്നത്. ദെൻ അതിൽ നിന്നും ആണ് അല്ലെ അവര് കുറച്ചും കൂടി ചിലപ്പോൾ ശരിയായ രീതിയിലെല്ലാം തന്ത്രപരമായ രീതിയിൽ എങ്ങനെയെങ്കിലും അവരുടെ ബാർഗെയിൻ ചെയ്തെടുക്കും. നോൺ മെമ്പേഴ്സ് അല്ലാത്തവർക്ക് മാത്രമാണ് അവർ പ്രവർത്തിക്കാത്തത്. അതേസമയം ഇവിടെയാണെന്ന് വെച്ചാൽ അല്ലെ അവിടെ പ്രത്യേക ചർച്ചയൊന്നും അല്ലാത്ത രീതിയിൽ അവര് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെ തന്നെയായിരിക്കും അവരവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. These unions are opposite to that hold up unions as they always operate against the employers, അല്ലെ. എപ്പോഴും എംപ്ലോയറിന് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയായിരിക്കും ഇവര് പ്രവർത്തിക്കുന്നത്. Then the leaders of such unions are dishonest, then untrustworthy, then irresponsible and withdraw in attitude, അല്ലെ. അവരെ എപ്പോഴും നമുക്കറിയാം നല്ല വിശ്വാസയോഗ്യമായിട്ടുള്ള വ്യക്തികളൊന്നും ആയിരിക്കണമെന്നില്ല, അല്ലെ. വിശ്വസിക്കാൻ കൊള്ളാത്തവരും അല്ലെ സത്യസന്ധരാവണമെന്നൊന്നുമില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ യൂണിയനുകളുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും കാര്യം സാധിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അത് സത്യസന്ധമായിട്ടാണോ നേടിയെടുക്കണമെന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാനായിട്ടൊന്നും സാധിക്കില്ല, അല്ലെ. Then these unions use pressure factors and violence to get their demands fulfilled, അല്ലെ. അവരുടെ ഡിമാൻഡുകളെല്ലാം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അല്ലെ സമ്മർദ്ദമൊക്കെ ചെലുത്തി അല്ലെങ്കിൽ എന്തെങ്കിലും അതിക്രൂരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവരവരുടെ ഡിമാൻഡ്സുകളൊക്കെ നേടിയെടുക്കുന്നത്. അപ്പൊ ഈ യൂണിയനുകൾ ഭയങ്കര പാടാണ്, അല്ലെ. നമുക്കറിയാം. പക്ഷെ ചിലയിടത്തൊക്കെ യൂണിയനുകൾ മാത്രമാണ് കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കുന്നത്, അല്ലെ. അതേസമയം സത്യസന്ധമായിട്ടുള്ള യൂണിയനുകളൊക്കെ ചിലപ്പോൾ നിലനിന്ന് പോവാതിരിക്കേണ്ടത് വരും. അതേസമയം നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ നല്ലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ആ യൂണിയനുകൾ സമാധാനപൂർണമായിട്ടുള്ള അന്തരീക്ഷത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെ. നല്ലൊരു ചർച്ചയിലൂടെ തന്നെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു അന്തരീക്ഷമാണെങ്കിൽ അവിടെ ഒരു പ്രോബ്ലം ഇല്ലാതെ തന്നെ മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെയാണോ? ഇനി ഒരു യൂണിയനും കൂടി ഇതിന്റെ ഒപ്പം തന്നെയുണ്ട്. അതായത് പൊളിറ്റിക്കൽ യൂണിയൻസ്, അനാർക്കിസ്റ്റ് യൂണിയൻസ്, ദെൻ പ്രീഡേറ്ററി യൂണിയൻസ് ആണ് നമ്മൾ കണ്ടത്. പിന്നെ അതിനോടൊപ്പമുള്ള മറ്റൊരു യൂണിയനാണ് ഡിപ്പെൻഡന്റ് യൂണിയൻ. ഡിപ്പെൻഡന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആശ്രിത യൂണിയൻ, അല്ലെ. ഒരു ആശ്രയമുണ്ട് അവിടെ. അക്കോർഡിംഗ് ടു പ്രൊഫസർ ഹോക്സി there is one more type of union which is known as a dependent union, അല്ലെ.
അവിടെ ഒന്നോ രണ്ടോ അല്ലെ ഒരു മൂന്നോ അതിൽ കൂടുതലോ യൂണിയനുകളുണ്ട്. അതെല്ലാം തന്നെ ആശ്രിതമായിട്ടുള്ള യൂണിയനുകളായിട്ടാണ് നിലകൊള്ളുന്നത്. A key characteristics of such a union is that it depends on any other form of unions, either fully or partially. അല്ലെ അത് നമുക്കറിയാം മറ്റൊന്നിനോടൊപ്പം തന്നെ ഡിപ്പെൻഡ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു യൂണിയൻ ആണ് അല്ലെ. അതിനോടൊപ്പം ഒരു സബായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യൂണിയൻ ആണ് എങ്കിൽ അത്തരത്തിലുള്ള യൂണിയനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഡിപ്പെൻഡന്റ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലേ? ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. അതായത് ആ യൂണിയന് ഒന്നില്ലെങ്കിൽ ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഏതർ ഫുള്ളി ഓർ പാർഷ്യലി മറ്റൊരു യൂണിയനിൽ അല്ലെ അംഗത്വമുള്ള യൂണിയൻ ആണ് എങ്കിൽ അത് ഡിപ്പെൻഡന്റ് യൂണിയൻ ആണ് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയാനുള്ളത്. ഓക്കെ, എന്താണ് നമുക്ക് ഈ ക്ലാസിഫിക്കേഷനും അങ്ങനെ കഴിയാണ്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അംഗത്വത്തിന്റെ ഘടനയുടെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ഡിപ്പെൻഡന്റ് യൂണിയന്. ഡിപ്പെൻഡന്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ നോക്കാം, there is a one more type of a union which is known as dependent union. അതായത് നമ്മളിപ്പോ ഒരു യൂണിയനിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ, ഇപ്പൊ ഒരു യൂണിയൻ ഉണ്ട് എങ്കിൽ നമ്മളിപ്പോ ഒരു ഹോൾഡപ്പ് യൂണിയന്റെ ഒരു മെമ്പർഷിപ്പ് എടുത്ത വ്യക്തികളാണ് അല്ലെ. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഹോൾഡപ്പ് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ റെവല്യൂഷണറി യൂണിയനിൽ ഉള്ള ഒരു ഹോൾഡപ്പ് യൂണിയൻ ആണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്കറിയാം ചില യൂണിയനും കൂടിയും ഒരു പാർഷ്യലി ഒരു മെമ്പർഷിപ്പും കൂടിയും ഉണ്ടാവും അല്ലെ. അത് കൂടി ഇപ്പോ റെവല്യൂഷണറി യൂണിയന്റെ ബേസിക്കലി ഉള്ള ഒരു ഹോൾഡപ്പ് യൂണിയൻ ആണ്. ജസ്റ്റ് ഐഡിയോളജിസ്റ്റ്, അതായത് അത് രണ്ടും കൂടി അതാണ് ഉദ്ദേശിക്കുന്നത്. പാർഷ്യലി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്, പൂർണ്ണമായോ ഭാഗികമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള യൂണിയനുകൾ അല്ലെ അതിനെ ആശ്രയിച്ചിട്ട് തന്നെയായിരിക്കും ഈ യൂണിയൻ പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒന്നില്ലെങ്കിൽ ആ യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. പൂർണ്ണമായിട്ടും നമ്മളിപ്പോ ഒരു വേറൊരു പേരിൽ നിന്ന് പറയില്ലേ, ആ യൂണിയന്റെ പേര് തന്നെയാണ്. അതായത് പക്ഷെ ആ പേരിൽ മാത്രമേ വേരിയേഷൻ ഉള്ളൂ, ആ യൂണിയന്റെ രീതി തന്നെയായിരിക്കും ഒരു ഫോളോ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഭാഗികമായിട്ട് ആ യൂണിയന്റെ അല്ലെ ഒരു നേച്ചർ ആയിരിക്കും ഇവിടെ പ്രകടമാക്കുന്നത്. ചില യൂണിയന്റെ അവരുടെ പേരുകൾ മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ, ഭാഗികമായിട്ട് അവരുടെ യൂണിയൻ ആയിരിക്കും കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്, മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ വേറെ ഏതെങ്കിലും യൂണിയനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള യൂണിയനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഡിപ്പെൻഡന്റ് യൂണിയൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നമുക്കറിയാം പേരുകളൊക്കെ വ്യത്യാസമായിരിക്കും അല്ലെ. യൂണിയൻ നേതാക്കളുടെ വ്യത്യാസങ്ങളൊക്കെ അനുസരിച്ചിട്ട് ചില പേരുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോ ചില സ്ഥാപനങ്ങളിലൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ ആ ഒരു രീതി തന്നെ മനസ്സിലാക്കുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എ യൂണിയൻ ഓൺ ദ ബേസിസ് ഓഫ് എ മെമ്പർഷിപ്പ് സ്ട്രക്ചർ. അതായത് നമ്മുടെ അല്ലെ അംഗത്വത്തിന്റെ ഘടനയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു യൂണിയന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. അതിലെന്താ പറയുന്നത്, ട്രേഡ് യൂണിയൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ഫോളോയിങ് ടൈപ്സ് ബേസ്ഡ് ഓൺ ദ മെമ്പർഷിപ്പ് സ്ട്രക്ചർ അല്ലെ. അതിന്റെ മെമ്പർഷിപ്പ് അംഗത്വത്തിന്റെ ഘടന അനുസരിച്ചിട്ട് തന്നെ മൂന്നാല് രീതിയിൽ തന്നെ തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്രാഫ്റ്റ് യൂണിയൻസ്, ദെൻ ജനറൽ യൂണിയൻസ്, ഇൻഡസ്ട്രിയൽ യൂണിയൻസ് ആൻഡ് സ്റ്റാഫ് യൂണിയൻസ്. ഓക്കെ, അതിൽ നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രാഫ്റ്റ് യൂണിയൻസ് ആണ്. എന്താണ് ക്രാഫ്റ്റ് യൂണിയൻസ് എന്ന് പറയുന്നത്? നോക്കാം, being constituted by the employees of a similar craft specialization or occupation, craft union is the simplest kind of a trade union. അതായത് ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഇപ്പൊ ഡോക്ടേഴ്സ് അല്ലെ, അവർക്ക് മാത്രമുള്ള ഒരു ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ അവരുടെ മാത്രമുള്ള ഒരു കഴിവ് അല്ലെ. അതാണ് being constituted by the employees of a similar craft specification or occupation. ക്രാഫ്റ്റ് യൂണിയൻ is the simplest kind of a trade union. അത്
അങ്ങനെ വരുമ്പോൾ അവരുടെ മാത്രം ഒരു ട്രേഡ് യൂണിയൻ ആയിട്ട് അത് മുന്നോട്ട് പോകും. ഓക്കെ, അവരെ മാത്രം സ്പെഷ്യൽ ഒക്യുപ്പേഷൻ ബേസ് ചെയ്തിട്ട് അല്ലെ ഒരേപോലെയുള്ള വർക്കുകൾ ചെയ്യുന്നവരുടെ ഒരു ഗണമായിട്ട് മാറുമ്പോൾ ആ യൂണിയനെ ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറയുന്നു. However, it does not matter in what industry or trade they are involved in. Okay. അവിടെ നമുക്കറിയാം ഇവിടെ എന്താണ് ഇൻഡസ്ട്രി, അവിടെ വ്യവസായ കാര്യങ്ങളിലൊക്കെ ഒന്നും അതും ഇൻവോൾവഡ് ആവുന്നില്ല. അത് അവരുടേതായിട്ടുള്ള ഒരു ഒക്യുപ്പേഷൻ ബേസ് ചെയ്തിട്ട് ഒരു കാര്യമാണ്. Such unions are popularly called horizontal unions. ഇത്തരത്തിലുള്ള ഈ ക്രാഫ്റ്റ് യൂണിയനെ പറയുന്ന മറ്റൊരു പേരാണ് horizontal unions. The main logic behind the emergence of such union is that workers, especially of a non-managerial nature of the same craft or a profession, have similar issues. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഒരു ഡോക്ടേഴ്സിന്റെ മാത്രം യൂണിയൻ ആണ് എങ്കിൽ എന്താണ് അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അല്ലെ അത് അവർക്ക് മാത്രമാണ് വിളിക്കുന്നത്. ഇൻ കേസ് നേഴ്സുമാരാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ക്ലീനിങ് സ്റ്റാഫുകളാണെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും അല്ലെ ഒരു ടീച്ചേഴ്സിന്റെ യൂണിയൻ ആണെങ്കിൽ അവരുടെ പ്രോബ്ലംസുകൾ അവർക്കേ അറിയാൻ പറ്റുള്ളൂ അല്ലെ. അത് ഏത് മേഖലകളിൽ ഏത് പ്ലേസിൽ വർക്ക് ചെയ്താലും അത് അവരുടേതായിട്ടുള്ള ഒക്യുപ്പേഷനുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഇഷ്യൂസ് ആണ് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ആ ഒരു സ്കൂളിൽ നിന്നിട്ട് ആ ഒരു ടീച്ചറിന് അല്ലെ അത് അവിടെ നിന്ന് ആ മാനേജ്മെന്റിൽ നിന്ന് നേടിയെടുക്കുന്നതിന് പകരം പല രീതിയിലുള്ള സ്ഥാപനങ്ങളിലുള്ളവരോ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒന്നിച്ച് അവരെന്തെങ്കിലും അല്ലെ മാറ്റേഴ്സുകൾ രൂപീകരിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ടും എന്താണ് എല്ലാവരും അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ആ ഒരു രീതിയാണ് അവിടെ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ ദ മെയിൻ ലോജിക് ബിഹൈൻഡ് ദ എമർജൻസ് ഓഫ് such union is that workers, especially of a non-managerial nature of the same craft or a profession, have similar issues. അല്ലെ അവർക്കെല്ലാം ഒരേപോലത്തെ ഇഷ്യൂസ് ഒക്കെയാണ് വരാൻ സാധിക്കുന്നത്. Some examples of a craft unions are trades association, labor associations, etc. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ സംഘടനകളൊക്കെ വരുന്നത് അല്ലെ. അവിടെ നിന്നാണ് രൂപം കൊള്ളുന്നത് ലേബർ അസോസിയേഷൻ, തൊഴിൽ സംഘടനകളൊക്കെ രൂപം കൊള്ളുന്നത് ആ ഒരു നേച്ചറിന്റെ ബേസിലാണ്. അപ്പൊ ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരവരുടേതായിട്ടുള്ള സംഘടനകൾ അല്ലെ. ലോയേഴ്സിന്റെ ഒരു സംഘടന, ഡോക്ടേഴ്സിന്റെ സംഘടന, അതല്ലെങ്കിൽ എന്താണ് അവിടെയുള്ള ട്രെയിൻ അല്ലെ എന്താണ് ഹൗസ് കീപ്പിംഗ് അങ്ങനെയുള്ള ക്ലീനിങ് സ്റ്റാഫുകളാണെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സംഘടന. ഓക്കെ, അങ്ങനെ ഒരു തൊഴിൽ അസോസിയേഷൻ ആയിട്ടാണ് അവിടെ രൂപം കൊള്ളുന്നത്. ദെൻ ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് നോക്കാം ജനറൽ യൂണിയൻസ്. ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയാം. അതായത് തൊഴിൽ മേഖലയിലെ ജീവനക്കാര് ഒന്നിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു ഇത് അല്ലെ. ഏതൊരു വ്യാപാര സംഭവമാണെങ്കിലും ഒരു സ്ഥാപനമാണെങ്കിലും അവിടെ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള പ്രൊഫഷൻ ചെയ്യുന്നവരായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് അവര് ഒന്നിച്ചൊരു യൂണിയൻ ഉണ്ടാക്കുമ്പോഴെന്താണ് അവരുടെ പ്രശ്നങ്ങൾ ഒരേപോലെ തന്നെ ആവുമ്പോൾ അവർക്കത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് മാത്രം അനുഭവപ്പെടുന്നതാണോ അല്ലെ, എല്ലാവർക്കും മൊത്തത്തിൽ ഒരേപോലെ തന്നെ ഫീൽ ചെയ്യുന്നതാണെങ്കിലാണ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതുള്ളൂ അല്ലെ. ഒരു പേഴ്സൺ, ഒരു സിമിലർ പേഴ്സൺസിന് ഒരേപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതുണ്ട്. അതല്ല എങ്കിൽ ഒറ്റപ്പെട്ടാണ് അവരുടെ പ്രോബ്ലംസ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് ആ പ്രശ്നം സോൾവ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. കാരണം അത് അവരുടെ മാത്രം ഒരു ഇഷ്യൂസ് ആയിട്ടാണ് വരുന്നത് അല്ലേ. ഇങ്ങനെ വരില്ലേ? ഉണ്ടാവില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം. ബീയിങ് constituted by the employees of a similar craft, specialization or occupation, craft union is the simplest kind of a trade union. അതൊരു സാധാരണ രീതിയിലുള്ള ഒരു ട്രേഡ് യൂണിയനുകളാണ്. അതായത് ഒരേ occupation, ഒരേ സ്പെഷ്യലൈസ്ഡ് വർക്ക് ചെയ്യുന്നവരുടെ ഒരു യൂണിയൻ. However, it does not matter in what industry or a trade they are involved in. അതായത് അവര് ആ ഒരു വ്യവസായത്തില് മാത്രം അത് അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഒരു ഡോക്ടറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു വലിയൊരു ഇഷ്യൂസ് വരുന്നില്ല. അവിടെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. നഴ്സുമാര് വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ടെക്നീഷ്യന്മാര് വർക്ക് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു എന്താണ് ടീച്ചിങ് സ്ഥാപനമാണെങ്കിൽ ടീച്ചർമാര് വർക്ക് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ ഫീൽഡ് ആയിട്ടുള്ള അല്ലെ കുറെ വർക്കേഴ്സുകളും അവിടെ വർക്ക് ചെയ്യുന്നു. മെയിൻ ആയിട്ട് നമുക്കറിയാം അവരുടെ പ്രൊഫഷനിലാണ്.
അപ്പൊ ആ പ്രൊഫഷനിൽ ഒരു കൂട്ടർക്ക് മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ തരമില്ല. പക്ഷെ വ്യത്യസ്ത തരത്തിലുള്ള ഓർഗനൈസേഷനിലും ഈ ഒരേ പ്രൊഫഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരേപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്താണ് അവരത് ആ ഇഷ്യൂസ് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. Such unions are popularly called horizontal unions. The main logic behind the emergence of such union is that workers, especially of a non-managerial nature of the same craft or profession, അവിടെ ഒരു മാനേജീരിയൽ ഇതിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരേ രീതിയിൽ തന്നെയല്ല എല്ലാവരും വ്യാപരിക്കുന്നത് അല്ലെ. വെരി സിമിലർ ആയിട്ടുള്ള പോസ്റ്റുകളല്ല, എല്ലാം വ്യത്യസ്ത പോസ്റ്റുകളാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് ഒരേപോലെ തന്നെ എന്താണ് ഇഷ്യൂസുകൾ ഉണ്ടാവണമെന്നില്ല. അതേസമയം ഒരു കൂട്ടർക്ക് എന്താണ് മറ്റൊരു സ്ഥാപനത്തിനെയും അതേ സെയിം ലെവലിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഒരേപോലെ തന്നെ ഇഷ്യൂസുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ദെൻ അതിൽ എടുത്ത് പറയുന്നുണ്ട് എന്താണ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ, ലേബർ അസോസിയേഷൻസ് എക്സെട്ര അല്ലെ. ഡ്രൈവേഴ്സ് അവർക്ക് എല്ലാവർക്കും കൂടി ഒരേപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അല്ലെ. എന്തെങ്കിലും വർക്കുകളൊക്കെ ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടീസ് ഇഷ്യൂസുകളൊക്കെ വരുന്നുണ്ട്. കാരണം അവർക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെ അത് എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. സിമിലർ പേഴ്സൺസിന് ഒരേപോലെ എഫക്ട് ചെയ്യുമ്പോൾ അവർ യൂണിയനായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള സർവീസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ഇൻ കേസ് നൈറ്റ് സർവീസ് ചെയ്യണമെങ്കിൽ അതിന്റെ തലേ ദിവസമൊക്കെ നമുക്ക് അല്ലെ അവധി വേണ്ടി വരും അല്ലെ. അതിനൊക്കെ ഉള്ളൊരു നിർദ്ദേശങ്ങൾ, അതിനൊക്കെയുള്ള ഒരു കാര്യങ്ങൾ അവർക്ക് മുന്നോട്ട് വെക്കാനൊക്കെ ആയിട്ട് ചർച്ചയിലൂടെയൊക്കെ മുന്നോട്ട് വെക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം ജനറൽ യൂണിയൻസ്. നോക്കാം. ജനറൽ യൂണിയൻസ് emerge when the workers of any industry, location, job or occupation form a union in order to safeguard all the interests of workers. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ജനറൽ യൂണിയനിലെ ജംഷഡ്പൂർ, അതായത് ജംഷഡ്പൂരിലെ ഒരു വർക്കേഴ്സ്, അതായത് ഒരു യൂണിയൻ തന്നെ അവർ ഫോം ചെയ്യണം അല്ലെ. അത് ആ ഒരു പ്ലേസിലുള്ള ഒരു പ്രോപ്പർലി എന്താണ് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ട്. ജനറൽ യൂണിയൻസ് എമർജ് വിത്ത് ദ വർക്കേഴ്സ് ഓഫ് ആൻ ഇൻഡസ്ട്രി, ആ ഒരു വ്യവസായത്തിന് ആ ഒരു ലൊക്കേഷനിൽ അല്ലെ, അവിടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു യൂണിയനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആ പ്രദേശത്ത് ഒരു സേഫ്ഗാർഡ് അല്ലെ, ഒരു സുരക്ഷിതത്തോടു കൂടിയിട്ട് അവരുടെ ലൊക്കേഷൻ വർക്ക് ചെയ്ത് പോവാനായിട്ട് അവർക്ക് വേണ്ടി മാത്രം ഒരു യൂണിയനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള യൂണിയനുകളാകുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ജനറൽ യൂണിയൻ അല്ലെ. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവര് ആ യൂണിയൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന യൂണിയനാണ് അല്ലെ. അപ്പൊ അവരുടെ ആ പ്രോബ്ലംസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ യൂണിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെൻ അവര് സോൾവ് ചെയ്യുന്നത്. അവര് നമുക്കറിയാം അവരേതായിട്ടുള്ള മേലധികാരികളിൽ നിന്നും ഈ യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കും. വീണ്ടും ഇൻഡസ്ട്രിയൽ യൂണിയൻ. ഇതിന്റെയൊക്കെ പ്രത്യേക യൂണിയന് പ്രത്യേകതയുണ്ട്. അതായത് ഓരോ യൂണിയൻ എന്ന് പറയുമ്പോഴും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒക്യുപേഷനുമായി റിലേറ്റ് ചെയ്ത യൂണിയൻ എന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഒക്യുപേഷനുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. അതേസമയം അത് ഒരു മൊത്തത്തിൽ ആ ഒരു സ്ഥാപനത്തിനെ ബാധിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്ടർ അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിനെ മാത്രം ബാധിക്കുകയല്ല, ഒരു മൊത്തത്തിൽ ആ ഒക്യുപേഷനുള്ള എല്ലാവരെയും കൂടി ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞത് ജനറൽ യൂണിയൻ എന്ന് പറയുന്നത് ആ ഒരു പ്രദേശത്ത് അല്ലെ, ആ ഒരു പ്രദേശത്തിന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, അവിടെയുള്ള ജനങ്ങളുടെ അല്ലെ ആ ഇൻഡസ്ട്രിയുടെ ലൊക്കേഷനും ആ ജോലിയുടെ ഒക്യുപേഷനുള്ള വ്യക്തികളുടെയൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ. ഇൻഡസ്ട്രിയൽ യൂണിയൻ എന്ന് പറയുമ്പോൾ നോക്കാം, the workers from various categories of the same industry join together to form a union. Such a union called the industrial union or a vertical union. അതായത് നമുക്കറിയാം വേരിയസ് കാറ്റഗറികളിൽ, വ്യത്യസ്ത കാറ്റഗറികളിൽ വർക്ക് ചെയ്യുന്നത് സെയിം ഇൻഡസ്ട്രിയിൽ അല്ലെ ഒന്നിച്ച് നിന്ന് ജോലി ചെയ്യുന്നവര്, അത് അവരെന്താണ് ആ ഡ്യൂട്ടിയിൽ ആ യൂണിയനിലെ മെമ്പർഷിപ്പ് എടുത്ത് വ്യത്യസ്ത കാറ്റഗറിയിലാണ് അവർ വർക്ക് ചെയ്യണമെങ്കിലും ആ ഇൻഡസ്ട്രിയിൽ ആ യൂണിയനിലാണ് ഒന്നിച്ച് നിന്ന് അവര് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള യൂണിയൻ ആവുമ്പോൾ ആ ഇൻഡസ്ട്രിയൽ യൂണിയൻ എന്ന് നമ്മൾ അതിനെ വിളിക്കാനായിട്ട് സാധിക്കും. The reason behind such union is that workers of the same industry working at different levels are guided under the set of same rules and regulations administered by the same management and have almost the same problems. Examples of these unions are the Chemical Union at Bombay and
രാഷ്ട്രീയ മില്ല് മസ്ദൂർ സംഘ്. അതായത് നമ്മളൊരു ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ വ്യവസായമല്ല, ഒരു ബിൽഡിംഗ് വ്യവസായം അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ വ്യവസായം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ടെക്സ്റ്റൈൽ അല്ലെ എല്ലാത്തിന്റെയൊക്കെ നമുക്കറിയാം ഒരു പ്രൊഡക്ഷനും സംഭവങ്ങളെല്ലാം തന്നെ വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഒന്നിച്ചാണ് അല്ലെ. അതിന്റെ നിർമ്മാണവും അല്ലെങ്കിൽ ഉത്പാദനവും വിതരണവും എല്ലാം തന്നെ ഒന്നിച്ചാകുമ്പോൾ വലിയൊരു ഇൻഡസ്ട്രി ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഇൻഡസ്ട്രിയിൽ പല തലത്തിലും പല കാറ്റഗറിയിലും വർക്ക് ചെയ്യുന്നവരുണ്ടാവും അല്ലെ. നമ്മൾ ഇൻ കേസ് റോ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് മുതൽ ആ റോ മെറ്റീരിയലിനെ എന്താണ് ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നത് വരേക്കുമുള്ള പല കാറ്റഗറിയിലും വർക്ക് ചെയ്യുന്നവരെല്ലാം തന്നെ അവിടെ ഉണ്ടാവും അല്ലെ. അവിടെ ക്ലറിക്കൽ ജോലി ചെയ്യുന്നവരുണ്ടാവും, മാനേജിംഗ് പോസ്റ്റ് ഉള്ളവരുണ്ടാവാം, ടെക്നിക്കൽ പോസ്റ്റ് ഉള്ളവരൊക്കെ എല്ലാം വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അതേസമയം എന്താണ് അവര് വ്യത്യസ്ത കാറ്റഗറിയിലാണ് എങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ തന്നെയാണ് അവര് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവർക്ക് എല്ലാവർക്കും തന്നെ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അല്ലെ. എല്ലാവരും ഒരേ സമയത്ത് തന്നെ ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ടാവും, ഒരേ സമയത്ത് തന്നെയായിരിക്കും അവരുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഒരേ ആനുകൂല്യങ്ങൾ തന്നെയായിരിക്കും അവർക്ക് നേടിയെടുക്കാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം സാലറിയിലൊക്കെ ചിലപ്പോൾ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. എനിവേ എങ്കിലും കുറെ ആനുകൂല്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരേപോലെയൊക്കെ തന്നെയായിരിക്കും അവർ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴെന്താണ് ഇവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് സമയക്രമം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഷിഫ്റ്റ് ഡ്യൂട്ടി സമയങ്ങളൊക്കെ വേരിയേഷൻ കിട്ടണമെങ്കിലൊക്കെ എന്താണ് അവർ ഒന്നിച്ചു നിന്ന് തന്നെ മാനേജ്മെന്റിന് മുമ്പിൽ അല്ലെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാർഗൈൻ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു എന്താണ് യൂണിയൻ ആണ് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻഡസ്ട്രിയൽ യൂണിയൻ. ക്ലിയർ ആയോ? അതിന്റെ എക്സാമ്പിളുകളും കാണിക്കുന്നുണ്ട്. എന്താണ് കംഹാർ യൂണിയൻ അല്ലെ, കംഹാർ യൂണിയന്, ബോംബെ ആൻഡ് രാഷ്ട്രീയ മിൽ മസ്ദൂർ സംഘ അല്ലെ, അങ്ങനെയൊക്കെയുള്ള യൂണിയൻ ആ കാലഘട്ടങ്ങളിലൊക്കെ ഉള്ള യൂണിയനുകളാണ്. ആ ഇൻഡസ്ട്രിയിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന യൂണിയനുകളാണ്. ഓക്കെ ആണോ? നമുക്ക് ഒരെണ്ണം കൂടിയുണ്ട്, സ്റ്റാഫ് യൂണിയൻ. Okay, these unions consist of both the industrial and craft unions. അതായത് നമുക്കറിയാം ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള യൂണിയനും ക്രാഫ്റ്റ് യൂണിയനും. ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട ഒരു സ്പെഷ്യൽ ഒക്യുപ്പേഷനുമായി ബന്ധപ്പെട്ട യൂണിയൻ, അതേമാതിരി തന്നെ ഇൻഡസ്ട്രിയൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായ സ്ഥാപനത്തിനെ മാത്രം കേന്ദ്രീകരിച്ചുള്ള യൂണിയൻ അല്ലെ. അതെല്ലാം ഇരു കൂട്ടരും ഉൾക്കൊള്ളുന്നതാണ് സ്റ്റാഫ് യൂണിയൻ എന്ന് പറയുന്നത്. These unions generally employ members in a position like the clerk, technicians, supervisors, computer operators, craftsmen, മസ്ദൂർ etc. അല്ലെ. വ്യത്യസ്ത തരത്തിലുള്ള ഒരു ഒക്യുപ്പേഷൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഒക്യുപ്പേഷൻസ് ഉണ്ടാവും അല്ലെ. തൊഴിൽ മേഖലകളുണ്ട്. അവിടെ ക്ലർക്കുമാർ ഡ്യൂട്ടി ചെയ്യുന്നത്, ടെക്നീഷ്യന്മാരുണ്ട്, സൂപ്പർവൈസേഴ്സ് ഉണ്ട്, കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് അല്ലെ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ പലതരത്തിലും വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അവരെ നേരത്തെ നമ്മൾ കണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. അതായത് എന്തെങ്കിലും അല്ലെ ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ അവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒന്നിച്ച് അതേമാതിരി തന്നെ സെയിം ഇൻഡസ്ട്രിയിലെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അല്ലെ. ഇപ്പൊ ഒരു ഇൻഡസ്ട്രി ആകുമ്പോൾ വ്യത്യസ്ത കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ആ വ്യത്യസ്ത ഫീൽഡുകളിലും ഒരേപോലെ തന്നെ ക്ലർക്കുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു റോ മെറ്റീരിയൽ സെക്ഷനിലും ക്ലർക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവാം. അതൊരു ഫിനിഷ് അല്ലെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്ന ടൈമിലുണ്ടാവും. വീണ്ടും അല്ലെ വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ടൈമില് അതിന് ശേഷം സെമി ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ടൈമില് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ടൈമിൽ അവിടെ എല്ലാം തന്നെ ക്ലർക്കുമാരുടെ ഓരോ റോളുകളുണ്ടാവും അല്ലെ. ആ ഒരു കാറ്റഗറികളിലെല്ലാം തന്നെ ക്ലർക്കുമാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് വ്യത്യസ്ത ഒരു ഇൻഡസ്ട്രി തന്നെയാണെങ്കിലും വ്യത്യസ്ത കാറ്റഗറിയിലായിരിക്കും അവരവരുടെ ഫീൽഡുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്കും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്ന് അല്ലെ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുണ്ടാവും. അപ്പൊ അത് തന്നെയാണ് അത്തരത്തിലുള്ള യൂണിയനുകളുടെ പേരുകളാണ് സ്റ്റാഫ് യൂണിയൻ എന്ന് പറയുന്നത്. ഒരേ പൊസിഷൻ തന്നെയാണ് അവര് നിർവഹിക്കുന്നത് അല്ലെ. ഓക്കെ, മിനിറ്റ്. ഓക്കെ, അപ്പോ അത്തരത്തില് നമ്മൾ മനസ്സിലാക്കുക. സ്റ്റാഫ് അല്ലെ, ഓരോ സ്റ്റാഫിന്റെ പേര് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെക്നീഷ്യന്മാര്, സൂപ്പർവൈസേഴ്സ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ്, ക്രാഫ്റ്റ്മാന്, മസ്ദൂർ അല്ലെ, അങ്ങനെ ഓരോ നെയിമുകളിലുള്ള ഒരു സെക്ഷൻ യൂണിയനുകളായിരിക്കും. Then employees working in health and service are also permitted to join these unions. Women are also active members of such unions.
അതായത് ഇത്തരത്തിലുള്ള യൂണിയനിൽ നമുക്കറിയാം ആരോഗ്യ ശുശ്രൂഷ കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടുന്ന യൂണിയനുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നവരുണ്ട്. അതിലൊക്കെ പ്രത്യേകമായിട്ട് ആക്റ്റീവായിട്ട് വുമണുകളൊക്കെ അല്ലെ, നമ്മുടെ സ്ത്രീയുടെ പങ്കാളിത്തം കൂടി തന്നെയായിരിക്കും യൂണിയനൊക്കെ മേൽനോട്ടം വഹിക്കുന്നത്. ആ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ അല്ലെ അവരെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം യൂണിയനുകൾ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും എന്താണ്, ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങൾ ബാർഗൈൻ ചെയ്യുന്നതിന് പകരം ഒന്നിച്ചു നിന്ന് കാര്യങ്ങൾ ബാർഗൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ അവരുടേതായിട്ടുള്ള ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഓരോ പോസ്റ്റിലുള്ള ജീവനക്കാർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസുകൾ അത് മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തി അവരവരുടെ നിന്നും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് തന്നെയാണ് ഏതൊരു യൂണിയനും പ്രവർത്തിക്കുന്നത്. അപ്പൊ വ്യത്യസ്ത തരത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ക്രാഫ്റ്റ് യൂണിയൻസ് എന്ന് പറയുമ്പോൾ ഒക്യുപ്പേഷൻസ് ബേസ് ചെയ്തിട്ടൊക്കെ, ജനറൽ യൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൊത്തത്തില് അല്ലെ അവരെ ലൊക്കേഷൻസ് വെച്ചിട്ട് ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പൊസിഷനിലുള്ള ഒരു ഇതിന് വേണ്ടി ഒരു കാറ്റഗറി അല്ലെ, ഒരു ജംഷഡ്പൂർ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലേസിൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുമൊക്കെ ഒന്നിച്ചു തരാനായിട്ട്. ഇതിന് ഇൻഡസ്ട്രിയൽ യൂണിയൻ എന്ന് പറയുമ്പോൾ ഒരു വ്യവസായ സ്ഥാപനത്തിന് വ്യത്യസ്ത കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിൽ മൊത്തത്തില് അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത ഇൻഡസ്ട്രികളിലാണ് എങ്കിൽ കൂടിയും വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാഫുകളുടെ ആ ഒരു നെയിം അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് നേടിയെടുക്കാൻ അല്ലെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിലും ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവിടെ അവരുടേതായിട്ടുള്ള ഒരു യൂണിയൻ നിലകൊള്ളും അല്ലെ. ആ യൂണിയനിൽ നമുക്കറിയാം ഏത് യൂണിയനാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെ. ഏത് നമുക്കറിയാം ഇനിയും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലീഡർഷിപ്പ് ഉള്ള യൂണിയനുകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനമുള്ള യൂണിയനുകളുണ്ട്, അല്ലാതെ അല്ലെ എംപ്ലോയിയുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്ന യൂണിയനുകളുണ്ട്. തീർച്ചയായിട്ടും വ്യത്യസ്ത ഏത് സ്ഥാപനമാണെങ്കിലും അവിടെയുള്ള യൂണിയന്റെ ഇതനുസരിച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കുന്നത് അല്ലെ. തീർച്ചയായിട്ടും യൂണിയനുകൾ പ്രവർത്തിക്കുന്നത് എന്താണ്, അവിടെയുള്ള എംപ്ലോയീസിന്റെ കാര്യങ്ങൾ ഭാഗ്യം ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? ആണോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ഏതെങ്കിലും ഭാഗത്ത്? മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാനുള്ളത് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ബാർഗെയിനിങ് ആണ് അല്ലെ, കളക്റ്റീവ് ബാർഗെയിനെ കുറിച്ചിട്ടാണ്. കളക്റ്റീവ് ബാർഗെയിൻ കുറച്ച് കൂടുതലുണ്ട്, കൂടുതൽ പഠിക്കാനുണ്ട്. ഓക്കെ, പ്രോബ്ലംസ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ പ്രോബ്ലംസ് കൂടി നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.